ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങട്ടാന്നല്ലേ നാഫി ചായ കുടിച്ച് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഒറ്റ ഡയലോഗ് എന്തായാലും എൻ്റെ കാര്യം നടന്നില്ലേ. ഇന്ന് എനിക്കൊരു കാര്യം ചെയ്യാണ്ട് അപ്പൊ എന്തെല്ലാം വെച്ചപ്പോ പൊന്നാനി ഹാർബർ കണ്ടേ പറ്റുള്ളൂ. അന്ന് പിന്നെ ആയിക്കോട്ടെ, ഞാൻ നാഫിയെ 100-110 സ്പീഡ് വണ്ടി എടുക്കടാ, ഞാൻ ഒരൊറ്റ ഡയലോഗ്. അപ്പോഴാണ് നമ്മളെ പൊന്നാനി ഹാർബറിൽ എത്തും ചെയ്തു. മക്കളെ, ഇവിടെ ആദ്യം 20 രൂപ കൊടുത്താൽ നമ്മൾ കയറ്റുള്ളൂ കേട്ടോ. അത് കൊടുത്തിട്ടില്ലേ എന്നാൽ ഓലെ സ്നേഹം കൊടുക്കും. എന്താണ് ഇവിടെ സ്നേഹം കൊടുത്ത് നല്ല സ്നേഹം തരും, സ്നേഹം കൊടുത്തിട്ടില്ലേ എന്ന് അടി വാങ്ങി പോരും ചെയ്യുക. അതാണ് പൊന്നാനിക്കാരെ പവർ. മേത്തൊട്ടാവും വരുത്താവും. അപ്പോൾ സ്നേഹം കൊണ്ട് കളിയുള്ള മതി. ഓക്കെ. അപ്പം മക്കളെ, ഇതൊക്കെ നാഫിയ, ഇതൊക്കെ ടൈറ്റാനിക് സിനിമയൊക്കെ ഇവിടെ നടന്നത്. കുഞ്ഞമ്മത്തേ കണ്ടില്ല, ഇതൊക്കെ പണ്ട് മീൻ ഉണ്ടായിരുന്നു, ഞാനൊക്കെ പിടിച്ചു കൊടുത്തിരുന്നത്. ഇപ്പോൾ ചെക്കന്മാരെ ഞാൻ ഏൽപ്പിച്ച് വെച്ചിരിക്കുക. എന്തായാലും ഇത് തള്ളാണ്ട് പോരെ, നമുക്ക് സാധനം നോക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് നാഫി ഇങ്ങോട്ടോ ആ വരുന്ന കുഞ്ഞമ്മത്തി. നമ്മൾ മീൻകാരെ കുറേ കുറ്റം പറയും. അവർക്ക് എന്താ പിന്നെ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറ്റം പറയരുതല്ലേ, നമ്മൾ സാധനം മേടിക്കാൻ പോവുക. എന്താ കഴിഞ്ഞാൽ ഇപ്പം ലേലത്തിന് വിളിച്ച് പ്രൈസ് ഓവറാകുമ്പോൾ ആ മീൻ എടുക്കാതിരിക്കുകയാണ്. അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് എന്തായാലും ഓവറാവും. ആ പ്രൈസ് ഓവറായിട്ട് ഓർക്ക് മാർജിൻ കൂട്ടി പ്രോഫിറ്റ് ചെറുതായിട്ട് കിട്ടണുള്ളൂ. അത് ഇതിന്നലെ മനസ്സിലായത് മക്കളെ. എന്തായാലും ഐസൊക്കെ നമ്മൾ എന്തായാലും ഒരു പൊടിച്ച് സാധനം വണ്ടിക്ക് ആക്കണ പിന്നെ നമ്മൾ കണ്ടത്. മഹാരാഷ്ട്രക്കും പല സ്ഥലത്തൊക്കെ കൂടുന്നത് കേട്ടോ. ആ ലോഡൊക്കെ അങ്ങോട്ടാ പോകണം. ഫുൾ കൂന്തലാണ് മക്കളെ. മത്തിയുണ്ട്, കൂന്തലുണ്ട്, പിന്നെ എന്താ തെരണ്ടിയുണ്ട്, എല്ലാ സാധനം പെടപ്പിച്ച് സാധനം കൊണ്ടുപോവുക. ഇതൊക്കെ ഭായിമാരാണ്. നമ്മൾ നാട്ടിലത്തെ ആൾക്കാരാണെന്ന് അധികം കാണുന്നില്ല. എന്താ ചെയ്യുക, നാട്ടിലത്തെ ആൾക്കാർ പൊന്നാനിക്കാർ മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ത്. പിന്നെ കുറച്ച് ചെങ്ങായിമാർ ബോട്ടിൽ പോകാനും നിൽക്കുന്നുണ്ട്. എങ്ങോട്ടെന്നല്ലേ, കടൽക്ക് മീൻ പിടിച്ചാൽ മാത്രം അല്ല പൊന്തില്ലേ, ചാടിച്ചാൽ പോകില്ലല്ലോ ഇപ്പം അങ്ങോട്ട്. എന്തായാലും ഞങ്ങൾ എന്നാ പോകുന്നു. അസ്സലാമു അലൈക്കും. അങ്ങനെ കടലിൻ്റെ അടുത്തിട്ട് നമ്മളെ ഒന്ന് നോക്കി ബീച്ചിലും കയറി 2 ഐസ്ക്രീം നക്കി തിന്നുമ്പോഴാണ് മക്കളെ ഞാൻ അടിയിക്ക് നോക്കാതെ മേൽക്ക് നോക്കുമ്പോൾ വെറുതെ ഫ്ലാഷ് ഇട്ടാ കടൽ ഷോപ്പ് വന്നിക്കണു മക്കളെ. കടൽ ഷോപ്പ് വന്നപ്പോൾ അത്രയും മണൽ നമ്മൾ അടിച്ചു കൊണ്ടേക്കണ്. ഞാൻ അപ്പം വീണ പോക്കെ നമ്മൾ ഒറ്റ പോക്ക് പോയത്. ഇന്ന് എപ്പോഴാണ് വേണ്ട നമുക്ക് പോവാടാ, എന്തായാലും ടൈം ഓവറായിക്കണ്. പിന്നെ ഇവിടെ ട്വിസ്റ്റ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഫുള്ള് ലൈറ്റ് ഇല്ല കേട്ടോ. മെയിൻ റോഡാണ്. ഒക്കെ ബൾബുണ്ട്, പക്ഷേ ലൈറ്റ് കത്തിച്ചിട്ടില്ല. എന്തായാലും കറണ്ട് ബില്ല് ലാഭിച്ചേക്കാൻ തോന്നുന്നത്. എന്നാൽ അപ്പുറത്തെ സ്പോട്ടാണ് ഈ കറണ്ട് ബില്ലുണ്ട്. അതെന്താ കഴിഞ്ഞാൽ ഓരോ പെട്ടെന്ന് നടക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് ഉണ്ട്, ഇവിടെ ലൈറ്റും ഇല്ലേനും. എന്താ ചെയ്യുക. എന്തായാലും നമ്മൾ ഗുജറാത്തി ധാബൊക്കെ വിട്ടത് വളാഞ്ചേരി. അത്രയും കണ്ടമാനം സ്ഥലം ഉണ്ടായിട്ട് എന്താ തിന്നാത്തതല്ലേ, ഒന്നുമില്ല. ആ റോഡിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഹോട്ടൽ കാര്യങ്ങളില്ല. പിന്നെ വളാഞ്ചേരി നമ്മൾ ടച്ച് ചെയ്യുള്ളൂ. അങ്ങനെ ഒന്നും നോക്കില്ല. ഗുജറാത്ത് ധാബിൽ കയറി അപ്പോൾ പടച്ചോനെ കല്യാണത്തിന് കയറിയ പോലെ ഇതിപ്പോൾ നമ്മൾ കാത്തു നിന്നിട്ട് ലാസ്റ്റ് കിട്ടിയ എന്താ വരിയാണ് ഇപ്പോൾ ഇത്. അതിൻ്റെ ഇടയിൽ സൈഡിൽ ഒരാൾ കണ്ടു ചെയ്തു. ഷോപ്പിൽ ദിവസേന നമ്മൾ കണ്ടുമുട്ടുന്ന ആളാണ്. അത് പിന്നെ കാണിച്ചത് ആ ചെങ്ങായി കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടും. എന്തായാലും നമുക്ക് കേബേജ് പോലും മുന്നേ എന്ത് സാധനം എത്തിച്ചു. നല്ല ടൈം എടുക്കുമെന്ന് മനസ്സിലായി. അതാണ് ഒരു കേബേജ് ആദ്യം വെട്ടി കൊടുത്തിരിക്കണമല്ലോ. എന്തായാലും സലാഡ് തിന്നാ. എന്തായാലും പൊറാട്ട എത്തിയിട്ടുണ്ട്. നമ്മളൊന്നും നോക്കിയില്ല. പെരി അൽഫാമും ഒക്കെ പറഞ്ഞു വെച്ച് നമ്മൾ സാധനം സെറ്റാക്കിയിട്ട മക്കളെ. എന്താണ് കളി. ഇങ്ങനെ തിന്നണം, പൈസ കൊടുക്കുക, തിന്നാ വെച്ച് വാരി തിന്നെ. അതാണ് പവർ. അത് എവിടെയും കിട്ടില്ല. ദുനിയാവിൽ സുഖം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ 2 സാധനങ്ങൾ തിന്നണം. അല്ലാതെന്ത് നാഫി എന്നാ പഠിപ്പിച്ചടാ നാഫി എന്നായിരുന്നു. ഒന്നും നോക്കിയില്ല. കണ്ണും ചിമ്പി ഒരൊറ്റ കയറ്റില്ല. പിന്നെ കാക്കാണ്ട് 2 7up കാര്യങ്ങൾ പറഞ്ഞിരിക്കണ്. എന്തായാലും പദത്തിന് മുന്നേ നമുക്ക് 2 പൊറാട്ട വെച്ച് കാച്ച. അല്ലാതെ എന്ത് ഞമ്മ ഒന്നും നോക്കിയില്ല കേട്ടോ. നമ്മൾ സാധനം വെച്ച് കീറി ഒന്നും നോക്കിയില്ല. അപ്പം മക്കളെ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ കാണാം.